ലോങ് ടേമിൽ ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതും ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുമായ ചില സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സിർക്ക പെയിൻറ്റ്. സിർക്ക പെയിൻറ്റ് ഇന്ന് 6% ഉയർന്ന് 340 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.25, ഡിവിഡൻഡ് yield 0.4%, 52 വീക്കിലോ 282, 52 വീക്ക് ഹൈ 444. സിർക്ക പെയിൻറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. പെയിൻറ്റ് സെഗ്മെൻറ്റിലെ പ്രത്യേകിച്ചും ഡെക്കറേറ്റീവ് പെയിൻറ്റ് സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് സിർക്ക പെയിൻറ്റ് എന്ന കമ്പനി പ്രധാനമായും വുഡ് കോട്ടിംഗ്, ഹൈ എൻഡ് വാൾ പെയിൻറ്റ്സ് എന്നീ സെക്ടറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ്ലി കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി അഡ്സീവ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉൾപ്പെടെയുള്ള ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ സിർക്ക പെയിൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 73 കോടിയിൽ നിന്നും 79 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ സെയിൽസ് 83 കോടിയിൽ നിന്നും 79 കോടിയിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്നും 10 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അതിനുശേഷം സ്റ്റോക്ക് ബോട്ടം ലെവലിൽ ഒരു റേഞ്ച് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങി. ROE 24%, ROCE 17.9%. ഇയർ ഓൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. 2021 ഫിനാൻഷ്യൽ ഇയറിൽ 141 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ കമ്പനിയുടെ സെയിൽസ് ഇപ്പോൾ 311 കോടിയിലേക്ക് ഉയരുകയും പ്രോഫിറ്റ് 23 കോടിയിൽ നിന്നും 69 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 30%, പ്രോഫിറ്റ് ഗ്രോത്ത് 46%, ROE 17%. 254 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെ ഇല്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. കൂടാതെ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 5.3%, DISന് 0.6%, പ്രൊമോട്ടേഴ്സിന് 67.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സിർക്ക പെയിൻറ്റ് എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് 300 ഒരു പ്രധാന സപ്പോർട്ടാണ്. സപ്പോർട്ട് പ്രൈസിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 340 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 380, 400 തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസ് സോണാണ്. സിർക്ക പെയിൻറ്റിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് വന്നതാണ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ വന്നതാണ്. പക്ഷേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗണിൽ നിന്നും വി ഷേപ്പ് റിക്കവറി സ്റ്റോക്കിൽ വന്നു. 350 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിലും അപ്സൈഡ് മൊമെൻറ്റം സിർക്ക പെയിൻറ്റ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ബിർള സോഫ്റ്റ്. IT സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും ഓൾ ടൈം ഹൈക്ക് അടുത്തോ 52 വീക്ക് ഹൈക്ക് അടുത്തോ ട്രേഡ് ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്മാൾ ക്യാപ് മീഡിയം ക്യാപ് സെക്ടറിലെ സ്റ്റോക്കാണ് ബിർള സോഫ്റ്റ്. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.14, ഡിവിഡൻഡ് yield 0.98, 52 വീക്കിലോ 472, 52 വീക്ക് ഹൈ 861. ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്ക് ഇന്ന് 660 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ബിർള സോഫ്റ്റ് എന്ന കമ്പനി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് IT കൺസൾട്ടിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ BFSI സെഗ്മെൻറ്റിലും കമ്പനിക്ക് എക്സ്പോസർ ഉണ്ട്. ഈ കമ്പനി ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗവുമാണ്. ROE 22.5, ROCE 29.8. ബിർള സോഫ്റ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 1263 കോടിയിൽ നിന്നും 1327 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 138 കോടിയിൽ നിന്നും 150 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. FISന് 18% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 20% സ്റ്റേക്ക് ഹോൾഡിങ്ങും പ്രൊമോട്ടേഴ്സിന് 40% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. 2989 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്കും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 640 ഒരു പ്രധാന സപ്പോർട്ടാണ്. 640 നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 660 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 680 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 700, 750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം 640 സ്റ്റോക്കിൻ്റെ ക്രിട്ടിക്കൽ സപ്പോർട്ടാണ്. ക്രിട്ടിക്കൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 600, 560 തുടങ്ങിയ ലെവലുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. മൂന്നാമത്തെ സ്റ്റോക്ക് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്. മറ്റ് രണ്ട് സ്റ്റോക്കുകളെ പോലെയും മറ്റ് രണ്ട് സ്റ്റോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നില്ല. ഓൾ ടൈം ഹൈക്ക് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഹൈ മൊമെൻറ്റമാണ് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ കാണുന്നത്. 46,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.81, ഡിവിഡൻഡ് yield 0.5%, 52 വീക്കിലോ 210, 52 വീക്ക് ഹൈ 782.
ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 26% റിട്ടേണും ഒരു വർഷം കൊണ്ട് 248% റിട്ടേണും നൽകി. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 550-ലധികം സിറ്റികളിലായി ഏകദേശം 16 ലക്ഷത്തോളം കസ്റ്റമേഴ്സിന് കമ്പനി ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ROE 32.6, ROCE 20.7, വാല്യൂഷൻ 16.6. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. സെയിൽസ് 1500 കോടിയിൽ നിന്നും 2300 കോടിയിലേക്ക് ഉയർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 56%-ൽ നിന്നും 60%-ലേക്ക് മെച്ചപ്പെടുത്തുകയും നെറ്റ് പ്രോഫിറ്റ് 528 കോടിയിൽ നിന്നും 884 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 22%, ROE 25%-നടുത്ത്. FISന് 6.46% സ്റ്റേക്ക് ഹോൾഡിംഗ്, DISന് 6%, പ്രൊമോട്ടേഴ്സിന് 69% സ്റ്റേക്ക് ഹോൾഡിംഗ്, പബ്ലിക്കിന് 18%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ്. 8,717 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനി കൂടിയാണ് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് 700 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം 778 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. റീസെൻ്റ്ലി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 775 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 775-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഏകദേശം 50 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം മോത്തിലാൽ ഒസ്വാൾ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 725 പ്രധാന സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്